ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് വലിയ സന്തോഷത്തോടു കൂടെ നടത്തുന്ന ഒരു സദ്യയാണല്ലോ അഖീഖ എന്ന് പറയുന്നത്. 10 സദ്യകൾ സുന്നത്തുണ്ട്. പക്ഷെ പലതും സുന്നത്തായി പുറത്ത് കാണാറില്ല എന്നേ ഉള്ളൂ അല്ലേ. മാർക്കം നടത്തിയാൽ ഒരു വലീമത്ത് സുന്നത്തില്ലേ? ആരാ കൊടുക്കാറുള്ളത്? കിട്ടുന്ന ഡ്രസ്സും മുട്ടായൊക്കെ വാങ്ങിക്കുന്നല്ലാതെ മാർക്കം ചെയ്ത് വന്നാൽ ഒരു വലീമത്ത് സുന്നത്തുണ്ട്. വലീമത്ത് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മാത്രമൊന്നുമല്ല. അൽ വലാഇമു അശ്റുൻ, വലീമത്തുകൾ 10 എണ്ണമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദൽ ഖിതാൻ, മാർക്കം ചെയ്യുന്ന സമയത്ത്. അതിനു മുമ്പേ ആദ്യം വരുന്ന ഒന്നാണ് അഖീഖ. ആ അഖീഖ അത് നല്ല ഇൽമുള്ള ആളുകളെ സമീപിച്ച് അവര് പറയും പോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ അടുത്തുണ്ടായ അനുഭവം എന്താന്ന് വെച്ചാൽ, അർത്ഥം ചോദിച്ചു. നമ്മൾ അവിടെ എത്തിയപ്പോ സാധാരണ ചോദിക്കുമല്ലോ മൃഗത്തെ അർത്ഥം. നല്ലൊരു മൃഗത്തെ കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വയസ്സും പ്രായമൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അറവ് നടത്തുന്ന ആളും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതിന് വീട്ടുകാരൻ പറഞ്ഞു, മുടി കളയാനുള്ള ആളെത്തിയിട്ടില്ല, 2 കത്തിയോ ഒപ്പല്ലേ വെക്കണ്ടെന്ന് വെച്ചു. ഇത് നിങ്ങൾ കരുതണ്ട ബാംഗ്ലൂരിലാണ് മലപ്പുറം ജില്ലത്തെ പരിപാടി പറഞ്ഞത്, അല്ലാതെ വേറെ എവിടെയല്ല. നമ്മുടെ മലപ്പുറം ജില്ലത്തെ സ്ഥലത്തായി പറഞ്ഞ വിഷയമായി പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും ജഹാലത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒരു അടയാളാണത്. അങ്ങനെ ഉണ്ടോ? 1-2 കത്തി ഒപ്പര വെക്കണ്ട്. കുട്ടിയുടെ തലയിലും മൃഗത്തിന്റെ കഴുത്തിലോ അല്ലേ? ഈ അറവ് നടത്തിക്കഴിഞ്ഞ് മുടികളയുന്ന വിഷയം, മുടികളയുന്ന ആള് വന്ന് അതതിന്റെ സമയത്തും കാര്യങ്ങളിലും നടത്തുന്നതിന് പകരം ആളുകൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു അബദ്ധാണത്. എന്ത്? 2 കത്തിയും ഒപ്പം വെക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനല്ല ചെയ്യ